ഇറാനെതിരെ ശക്തമായ സൈനിക നടപടി വിപുലീകരിക്കുന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായി പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ശക്തമായ വ്യോമാക്രമണം മുതൽ ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകൾ ലക്ഷ്യമിട്ടുള്ള കരയുദ്ധം വരെയുള്ള വിവിധ സൈനിക നീക്കങ്ങളാണ് ട്രംപിന്റെ പരിഗണനയിലുള്ളതെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ദി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ ഇറാനെതിരെ അടുത്തതായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ട്രംപ് വൈറ്റ് ഹൌസിൽ ചർച്ച നടത്തി. ഈ ഉന്നതതല യോഗത്തിൽ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതും ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന പിക്കാക്സ് മൗണ്ടൻ തുരങ്കത്തിന് നേരെ ആക്രമണം നടത്തുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുത്താൽ ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ നിയന്ത്രണം പൂർണ്ണമായും യുഎസിന്റെ കയ്യിലെത്തുകയും ഇതുവഴി ഇറാനുമേൽ വലിയ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നുമാണ് വിലയിരുത്തൽ. എന്നാൽ ഈ നീക്കത്തിൽ യുഎസ് സൈനികരുടെ സുരക്ഷ സംബന്ധിച്ച് വലിയ ആശങ്കയും അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കുണ്ട്. ഇതിനു പുറമെ ഷിപ്പിംഗ് റൂട്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇറാന്റെ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിനുമായി ഹോർമുസ് കടലിടുക്കിന് സമീപത്തുള്ള അബു മുസ, ഗ്രേറ്റർ ടൂൺബ്, ലെസൻ ടൂൺബ് തുടങ്ങിയ മറ്റു തന്ത്രപ്രധാനമായ ദ്വീപുകൾ കൂടി കൈവശപ്പെടുത്തുന്നതിനെക്കുറിച്ചും ട്രംപ് ആലോചിക്കുന്നുണ്ട്. ഇറാന്റെ സൈനിക നീക്കങ്ങളെ പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്ലാൻ. അമേരിക്കയുടെ മറ്റൊരു പ്രധാന ആലോചന ഇറാന്റെ ഭൂഗർഭ തുരങ്ക സമുച്ചയമായ പിക്കാക്സ് മൗണ്ടൻ ആക്രമിക്കുക എന്നതാണ്. പർവ്വതത്തിന് നൂറുകണക്കിന് അടി താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ ആണവ കേന്ദ്രം തകർക്കുക എന്നത് യുഎസും ഇസ്രായേലും ഇതിനകം ലക്ഷ്യമിട്ടിട്ടുള്ള മറ്റ് ആണവ നിലയങ്ങളെ അപേക്ഷിച്ച് ഏറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പിക്കാക്സ് മൗണ്ടനെ ലക്ഷ്യമിടുമെന്ന് ട്രംപ് പരസ്യമായി സൂചന നൽകിയിട്ടുണ്ടെങ്കിലും ഇതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ വഴി ഇപ്പോഴും തുറന്നു കിടക്കുകയാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അതേസമയം അമേരിക്കൻ ഭീഷണികൾക്കെതിരെ സുപ്രധാന ആഹ്വാനവുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ രംഗത്തെത്തിയിട്ടുണ്ട്. യുദ്ധമെങ്കിൽ യുദ്ധത്തിനും സജ്ജമാകണമെന്നും അവസാന ശ്വാസം വരെ പോരാടാൻ ഒരുങ്ങണമെന്നുമാണ് അദ്ദേഹം രാജ്യത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണെങ്കിലും ഇറാന്റെ ആഗോള സാമ്പത്തിക നയങ്ങളിലും പ്രതിരോധ തന്ത്രങ്ങളിലും ഖാർഗ് ദ്വീപിന് സമാനതകളില്ലാത്ത പ്രാധാന്യമാണുള്ളത്. ഇറാന്റെ തീരത്തു നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേവലം ഒരു ഭൂപ്രദേശം എന്നതിലുപരി ആധുനിക ഇറാന്റെ ഊർജ്ജ സാമ്രാജ്യത്വത്തിന്റെ ഹൃദയമിടിപ്പാണ്. ഖാർഗ് ദ്വീപിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇറാന്റെ എണ്ണ കയറ്റുമതിയിലുള്ള അതിന്റെ പങ്കാണ്. അതായത് ഇറാന്റെ മൊത്തം അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും നടക്കുന്നത് ഖാർഗ് ദ്വീപിലെ അത്യാധുനിക ടെർമിനലുകൾ വഴിയാണ്. ഇറാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ പൈപ്പ് ലൈനുകൾ വഴി ഈ ദ്വീപിലെത്തിക്കുകയും അവിടെയുള്ള ഭീമാകാരമായ സംഭരണികളിൽ സൂക്ഷിച്ച ശേഷം അന്താരാഷ്ട്ര വിപണിയിലേക്ക് വലിയ എണ്ണക്കപ്പലുകളിൽ നിറച്ചു കയറ്റി അയക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല ഇറാന്റെ ദേശീയ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ് എണ്ണ വിപണനമാണ്. അതിനാൽ തന്നെ ഖാർഗ് ദ്വീപിന്റെ പ്രവർത്തനം സുഗമമായി നടക്കുക എന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കാൻ അത്യന്താപേക്ഷിതവുമാണ്. ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തിക നട്ടെല്ലാണെന്ന് സാരം. ഭൗമരാഷ്ട്രീയവും നയതന്ത്രപരവുമായ പ്രാധാന്യം നോക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ തന്നെ എണ്ണ വിതരണത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള തന്ത്രപ്രധാനമായ സ്ഥാനത്ത് ഖാർഗ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിന് സമീപമാണ് ഈ ദ്വീപ്. ഈ മേഖലയിലെ കപ്പൽ ഗതാഗതത്തെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും ഇറാൻ സൈന്യത്തിന് ഈ ദ്വീപ് ഒരു മികച്ച താവളമൊരുക്കുന്നു. ഖാർഗ് ദ്വീപിന് നേരെയുണ്ടാകുന്ന ചെറിയൊരു ഭീഷണി പോലും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ലോകശക്തികളെല്ലാം ഈ പ്രദേശത്തെ സൈനിക നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായതിനാൽ തന്നെ ശത്രു രാജ്യങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് എപ്പോഴും ഖാർഗ് ദ്വീപാണ്. ചരിത്രപരമായി നോക്കിയാൽ 1980കളിലെ ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖ് സൈന്യം ഇറാന്റെ സാമ്പത്തിക മേഖല തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഖാർഗ് ദ്വീപിന് നേരെ കടുത്ത വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ കനത്ത നാശനഷ്ടങ്ങൾക്കിടയിലും എണ്ണ വിതരണം തുടരാൻ ഇറാൻ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇറാനെ പൂർണ്ണമായും വരുതിയിലാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നു. പ്രധാന താവളങ്ങളിലൊന്ന് ഖാർഗ് ദ്വീപാണ്. ഈ ദ്വീപ് പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുകയോ ചെയ്താൽ ഇറാന് മേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയ്ക്ക് സാധിക്കും. ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അതിശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നാവികസേനയുടെ പ്രത്യേക കാവലും ഇറാൻ ഈ ദ്വീപിന് ചുറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഖാർഗ് ദ്വീപിന്റെ സുരക്ഷയ്ക്കും പേർഷ്യൻ ഗൾഫിലെ കപ്പൽപാതകളുടെ സംരക്ഷണത്തിനുമായി സമീപത്തുള്ള മറ്റു ചില ദ്വീപുകൾ കൂടി ഇറാൻ സൈനികവൽക്കരിച്ചിട്ടുണ്ട്. അബു മൂസ, ഗ്രേറ്റർ ടൂൺബ്, ലെസർ ടൂൺബ് എന്നീ ദ്വീപുകൾ കൂടി ഉൾപ്പെടുന്നതാണ് ഇറാന്റെ നാവിക പ്രതിരോധ കോട്ട. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഈ ദ്വീപുകളിലെ സൈനിക സാന്നിധ്യം വഴി ഇറാന് സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഖാർഗ് ദ്വീപ് എന്നത് ഇറാന്റെ കേവലം ഒരു എണ്ണ സംഭരണ കേന്ദ്രം മാത്രമല്ല, മറിച്ച് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെയും പരമാധികാരത്തിന്റെയും പ്രതീകമാണ്. ഈ ദ്വീപിന് മേലുണ്ടാകുന്ന ഏതൊരു സൈനിക അധിനിവേശവും പശ്ചിമേഷ്യയെ ഒരു വൻ യുദ്ധത്തിലേക്ക് നയിക്കാൻ പോന്നത്രയും സ്ഫോടനാത്മകമാണ്.
അടുത്തതായി ട്രംപിന്റെ നീക്കം നിഗൂഢ പിക്കാക്സ് മൗണ്ടനിലേക്കാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അത് സ്ഥിതി ചെയ്യുന്ന രീതിയും അതിന്റെ പ്രതിരോധ ശേഷിയുമാണ്. ഈ കേന്ദ്രം ഒരു പർവ്വതത്തിന് 100 കണക്കിനടി താഴെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ പ്രവർത്തനങ്ങൾ, ഗവേഷണങ്ങൾ അല്ലെങ്കിൽ ആണവ സാമഗ്രികളുടെ സംഭരണം എന്നിവ ഇവിടെയാണ് നടക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. പർവ്വതത്തിന് മുകളിലുള്ള കട്ടിയേറിയ പാറക്കെട്ടുകളും 100 കണക്കിനടി ആഴവും ഈ കേന്ദ്രത്തെ സാധാരണ വ്യോമാക്രമണങ്ങളിൽ നിന്നും മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും പൂർണ്ണമായും സുരക്ഷിതമാക്കുന്നു. അമേരിക്കയോ ഇസ്രായേലോ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ബങ്കർ തകർക്കുന്ന ബോംബുകൾക്ക് പോലും ഇതിന്റെ ഉള്ളറകളിലേക്ക് തുളച്ചു കയറുക എളുപ്പമല്ല. ഭൗമ രാഷ്ട്രീയ പ്രാധാന്യവും ട്രംപിന്റെ ലക്ഷ്യവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനെതിരെ സൈനിക നടപടി ഘടിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ പിക്കാക്സ് മൗണ്ടൻ അവരുടെ പ്രധാന ലക്ഷ്യമായി മാറിയിരിക്കുന്നു. ഇറാനെ ആണവശേഷി കൈവരിക്കുന്നതിൽ നിന്ന് തടയാൻ ട്രംപ് ലക്ഷ്യമിടുന്ന ഏറ്റവും കടുത്ത നീക്കങ്ങളിലൊന്ന് ഈ പിക്കാക്സ് മൗണ്ടൻ ബോംബിട്ട് തകർക്കുക എന്നതാണ്. ഈ കേന്ദ്രത്തെ ലക്ഷ്യമിടുമെന്ന് ട്രംപ് പരസ്യമായി സൂചന നൽകിയിട്ടുമുണ്ട്. യുഎസും ഇസ്രായേലും ഇതിനകം നിരീക്ഷിക്കുകയും ലക്ഷ്യമിടുകയും ചെയ്തിട്ടുള്ള ഇറാന്റെ മറ്റ് ആണവ നിലയങ്ങളെ അപേക്ഷിച്ച് പിക്കാക്സ് മൗണ്ടൻ തകർക്കുക എന്നത് അതീവ സങ്കീർണവും ബുദ്ധിമുട്ടേറിയതുമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള ആക്രമണം പശ്ചിമേഷ്യയിൽ ഒരു പൂർണ്ണമായ യുദ്ധത്തിന് വഴി തുറന്നേക്കാം. ഈ നിഗൂഢ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തുന്നതിനെക്കുറിച്ച് വൈറ്റ് ഹൌസ് വൃത്തങ്ങളിൽ അതീവ ഗൗരവമായ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. നയതന്ത്ര ചർച്ചകളിലൂടെയുള്ള പരിഹാരത്തിനുള്ള സാധ്യതകൾ ഇപ്പോഴും പൂർണ്ണമായി അടഞ്ഞിട്ടില്ലെന്നാണ് യുഎസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്.